നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ പച്ചരി 1 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പച്ചരിയിൽ നിന്ന് വെള്ളം മാറ്റി കളഞ്ഞിട്ട് ഇത് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടും തരി പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് അരിപ്പയിൽ ഇട്ടിട്ടൊന്ന് അരിച്ചെടുക്കണം. അതൊട്ടും തരി ഇല്ലാണ്ട് വേണം അരിപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് നമ്മൾ പക്കാവട ആക്കുന്ന സമയത്ത് അച്ചില് പിടിച്ചിരിക്കും. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയത് എല്ലാവരും വേസ്റ്റ് ആവും. അപ്പൊ അരിപ്പൊടി നന്നായിട്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കുക. അങ്ങനെ ഞാനിവിടെ 1 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഞാനിവിടെ ഓൾറെഡി പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് 1 കപ്പ് പച്ചരി പൊടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ 2.5 കപ്പ് അരിപ്പൊടി കിട്ടും. പിന്നെ വേണ്ടത് കടലപ്പൊടിയാണ്. അത് പച്ചരി എടുത്തേക്കണ ആ സെയിം മെഷർമെന്റ് കപ്പിൽ തന്നെ വേണം കടലപ്പൊടിയും എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി പൊടിയിലൂടെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്ന മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അത് പക്കാവടയ്ക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്ത് ചേർക്കാം. അപ്പൊ പക്കാവടയ്ക്ക് നല്ല എരിവുണ്ടാവുകയും ചെയ്യും, നല്ല കളറും കിട്ടും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടി, 1 ടീസ്പൂൺ കായത്തിന്റെ പൊടി, 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇത് വറുത്തെടുക്കാനുള്ള ഓയിലും വേണം. പിന്നെ പക്കാവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ സേവനാഴിയും വേണം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ പക്കാവടയാക്കാന്ന്. ഇനി ഇത് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് അരിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് 1 കപ്പ് കടലപ്പൊടി ചേർക്കാം. പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഏറ്റവും ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഇത് പച്ച അരിപ്പൊടി ആയതുകൊണ്ട് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആവശ്യമുണ്ടാവുള്ളൂ. നമ്മൾ വറുത്ത അരിപ്പൊടി കുഴച്ചെടുക്കണ പോലെയല്ല പച്ചപ്പൊടി കുഴച്ചെടുക്കുന്നത്. പച്ചപ്പൊടി കുഴച്ചെടുക്കുമ്പോൾ വെള്ളം തെളിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. ഇതിലേക്ക് പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒന്ന് തെളിച്ചു കൊടുത്തിട്ട് ഇത് കുഴച്ചെടുക്കുക. ഇത് നമ്മൾ നൂലപ്പത്തിനൊക്കെ കുഴച്ചെടുക്കണ പോലെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സമയത്ത് ഇതിനകത്ത് വെള്ളം എങ്ങാനും കൂടി പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പൊടിച്ചെടുത്തേക്കുന്ന അരിപ്പൊടി ബാക്കി ഉണ്ടെങ്കിൽ അത് ചേർക്കുക. അല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് വറുത്ത അരിപ്പൊടിയും കുറച്ച് കടലപ്പൊടിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ പക്കാവട ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് വെള്ളത്തിൻ്റെ അളവൊക്കെയും കറക്റ്റ് ആയിട്ടുണ്ടോയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അച്ചിൽ ഈ മാവ് കുറച്ചിട്ടിട്ട് ഒന്ന് കറക്കി നോക്കാം. അപ്പം അത് ശരിക്കും വീഴണില്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ വെള്ളം കൂടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കുറവായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുണ്ടാക്കാം. ഈ പക്കാവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ അച്ചാണ് നമുക്ക് വേണ്ടത്. ഈ സേവനാഴി എടുത്തിട്ട് ഈ സേവനാഴിയുടെ ഉള്ളിലേക്ക് ഈ മാവ് നിറയ്ക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചും ഫില്ല് ചെയ്യുക. ഇപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും.
അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏത് നേരത്ത് നിറയ്ക്കാൻ വേണ്ടി നിൽക്കേണ്ടി വരും. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ പക്കാവട ഉണ്ടാക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ പക്കാവട നമ്മൾ ഈ ഓയിലിലേക്ക് ചിറ്റിച്ചിടാൻ വേണ്ടിയിട്ട്. നല്ല ചൂടിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഈ ആവി പറന്നിട്ട് കൈ പെട്ടെന്ന് ചൂടാവും. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ പക്കാവട ചിറ്റിച്ച് ഈ ഓയിലിൽ ഇട്ടിട്ട് വറുത്തെടുക്കുക. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. കിട്ടുന്ന പക്കാവടയ്ക്കൊക്കെ ചിലപ്പോൾ കുറച്ചും കൂടി നല്ല വീതി ഉണ്ടാവും. അത് അവരുടെ അച്ചിൻ്റെ പ്രത്യേകതയാണ്. പണ്ടത്തെ അച്ചൊക്കെ ഇങ്ങനെ ഒറ്റ ഓട്ടയായിട്ടാണ് വന്നിരുന്നത്. ഇപ്പോഴത്തെ അച്ഛനൊക്കെ 4 ഓട്ടയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പക്കാവടയ്ക്ക് വീതിയും കുറച്ച് കുറവായിരിക്കും. ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്, ഇനി മറ്റേ സൈഡ് തിരിച്ചിടാം. ഇതിങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി പക്കാവട എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ ബാക്കിയുള്ളതും ഇങ്ങനെ തന്നെ വറുത്തെടുക്കുക. ഇപ്പം പക്കാവട എല്ലാവരും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വേപ്പിൻ്റെ ഇല വറുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇടണം. ഈ വറുത്തെടുത്ത വേപ്പിൻ്റെ ഇല ഈ പക്കാവടയുടെ മുകളിലേക്ക് ഇടാം. ഇപ്പോൾ പക്കാവട റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്.